ഇവളും എനിക്ക് ഉറപ്പ് തന്നതാ, നിങ്ങളെ ഞാൻ നടത്തിക്കുന്നു പറഞ്ഞിട്ട്. എന്നെ എന്ന് പ്രണയിച്ച് തുടങ്ങി അന്ന് മുതൽ എനിക്ക് സപ്പോർട്ടായിട്ട് പറയുന്നത് ഇവളാ ഒരു വാക്ക. ആ ഒരു ഉറപ്പ് ഇപ്പോഴും എനിക്കുണ്ട്. ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന് കൊടുത്ത വാക്ക. അച്ഛൻ ഇങ്ങനെ ഞാനായിട്ടുണ്ടെങ്കിലും അച്ഛൻ എവിടെയും നാണം കെടേണ്ടി വരില്ല, അഭിമാനത്തോടെ തന്നെ നിൽക്കാം. ഈ നോർമൽ ആൾക്കാരെ പറ്റാത്തതും എനിക്ക് ചെയ്യണമെന്നൊരു വാശിയുണ്ട്. ഇങ്ങനെയുള്ളവ എങ്ങനെ സ്വിമ്മിങ് ചെയ്യുന്നു, അതാണ് എനിക്കും വേണ്ടത്. അതുകൊണ്ട് കൂടിയാണ് എന്നെ ഇപ്പൊ സർവീസിൽ വെക്കുന്നത്. അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാറ്. ഒരു അസാൾട്ട് ട്രെയിനിങ് ഉണ്ട്. അതിൽ കവർ ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ഇതിൽ ഞാൻ കയറുമ്പോൾ കൂടെ കയറി തിരിഞ്ഞ് ഇറങ്ങുന്നതായിരുന്നു. അപ്പൊ ആ ഇറങ്ങുന്നതിൽ പിടിച്ച കയറ് പൊട്ടിയിട്ട് ബാക്കടിച്ച് വീണത്. എനിക്ക് അപ്പം മുതൽ ബോധം പോയതായിരുന്നു. എൻ്റെ റൈഫിൾ ഉണ്ടായിരുന്നു. റൈഫിൾ ഇവിടെ ഹെഡ് ഇഞ്ചുറിയും വന്ന് അങ്ങനെ ബാക്കിൽ എല്ല് പൊട്ടിയിട്ടാണ് സ്പൈൻ ഇഞ്ചുറി ആയി. ആ ടൈമിലൊന്നും എനിക്ക് വീൽ ചെയറിൽ, ഞാൻ ഇപ്പോൾ അവിടെ ഇരിക്കുന്നില്ല, ഇതേപോലെ ഒന്നും എനിക്ക് ഇരിക്കാനേ പറ്റൂല. ഞാൻ ഇപ്പോൾ ആർമി പോയില്ലെങ്കിലും എനിക്കിത് പറ്റേണ്ടത് ഇപ്പോൾ എവിടെ നിന്നായാലും പറ്റും. എനിക്കൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ആർമി, അവർ എന്നെ നോക്കുന്നുണ്ട്. വേറെ എവിടെയെങ്കിലാണ് ഞാൻ ഇപ്പോൾ ജോബെങ്കിൽ തിരിഞ്ഞു നോക്കുമോ? ഇല്ല, ഞാൻ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ നോക്കേണ്ടി വരും. പക്ഷെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് മോട്ടിവേഷൻ മാത്രമായാൽ പോരാ. പക്ഷെ ഞങ്ങളെ പോലെ ഉള്ളവരെ ജനങ്ങളും സമൂഹത്തിൽ കൂടെ കൂട്ടണം. ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ബസ്സിലാണെങ്കിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, വീൽ ചെയറിൽ കയറാൻ പറ്റൂല. അതിനായിട്ടുള്ള ഒരു സൗകര്യം ശരിക്കും ഒരു അവകാശമാണ് നമ്മുടെ. ഞങ്ങളും വോട്ട് ചെയ്യുന്നത് അവകാശം. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നല്ല. വികസനം ഇപ്പോൾ ഒത്തിരി വരുന്നുണ്ട്. ഞങ്ങളെപ്പോലെ ഉള്ളവർക്കും കൂടെ പറ്റുന്ന വികസനം വരണം. അഖിൽമാരാണെന്ന് പറഞ്ഞ ജനകീയ കോടതിയൊക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കര ഇൻസ്പയർ ആയി, അങ്ങനെ ഭയങ്കര ഫാനായി. വെട്ടി തുറന്നു പറയും പച്ചയ്ക്ക്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാന്ന് വെച്ചാൽ. അപ്പൊ ഞങ്ങളൊരു കാര്യം, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതല്ലേ, ഒരു പട്ടാളക്കാരന് വേണ്ടിയിട്ട് സംസാരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മെസ്സേജ് അയച്ചാ, പക്ഷെ കണ്ടില്ല. പക്ഷെ എനിക്കിപ്പോൾ ഒരു അവസരം കിട്ടി. അങ്ങനെയെങ്കിലും ഗവൺമെന്റിന്റെ അടുത്ത് എത്തില്ല. കണ്ടിട്ടും എനിക്ക് റിപ്ലൈ തരാഞ്ഞതല്ല, മെസ്സേജ് കണ്ടിട്ടുണ്ടാവില്ല, ഒത്തിരി മെസ്സേജ് കാണാൻ വഴി ഉണ്ടായാലേ. എൻ്റെ ഒരു വലിയ ഫാനാണ്. എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. സംസാരമല്ലേ എനിക്ക് പ്രചോദനമാവാൻ, കാരണം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. എനിക്കിനി അറിയേണ്ടത് ഒരു ആർമിക്കാരനെ പറ്റിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങിയ ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നായിരുന്നു ഈ ഒരു ആർമിക്കാരനാകുമെന്ന് നമുക്ക് തോന്നിയ മൊമെന്റ്? എനിക്കൊരു ഫോഴ്സിൽ കയറണം, ആർമി അല്ലായിരുന്നു എൻ്റെ അത്രയും ആഗ്രഹം. ചെറുപ്പം മുതലേ ഇപ്പോൾ ആർമിയിൽ കയറണം അങ്ങനെയുള്ള ഒരാളല്ല. എനിക്ക് ഫോഴ്സ് ഇല്ലേ, അതായത് നേവി അല്ലെ ആർമി, എയർഫോഴ്സ്. ഏറ്റവും കൂടുതൽ നേവി ആയിരുന്നു ഇഷ്ടം. നേവിക്ക് വേണ്ടി ഞാൻ 4 തവണ ട്രൈ ചെയ്തു. കൊച്ചിയിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ എൻ്റെ കൂടെ വന്നത് അച്ഛനാണ്. ഞാൻ പറഞ്ഞില്ല, അച്ഛനാണ് എൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് ചെറുപ്പം മുതലേ നിന്ന ഒരാളാണ്. എന്നെ ചെറുപ്പം മുതലേ അമ്പലങ്ങളിലും ഒക്കെ കൊണ്ടുവന്ന, അച്ഛനും ഒരു ഭക്തിയുള്ള ആളാണ്. എന്നെ എല്ലാ അമ്പലങ്ങളിലും ഒക്കെ കൊണ്ടുപോകും. എവിടെയാണെങ്കിലും അച്ഛൻ്റെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അപ്പം അച്ഛൻ്റെ ഒരു മോട്ടിവേഷൻ. അപ്പം എന്തെങ്കിലും ഒന്ന് ആവണം എന്ന് എനിക്ക് തോന്നി. എൻ്റെ കോളേജ് ടൈം കഴിഞ്ഞു. പിന്നെ 1 വർഷം ഞാൻ അവിടെ സുസുക്കിയിൽ സെയിൽസ്മാൻ ആയിട്ട്, അതായത് സർവീസിൽ അവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അടുത്ത എനിക്ക് ഏതെങ്കിലും ഒരു ഫോഴ്സിൽ കയറണം. അപ്പം നേവിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. ഞാൻ 4 തവണ കൊച്ചി പോയിട്ട് അറ്റംപ്റ്റ് ചെയ്ത്, പക്ഷേ കിട്ടിയില്ല. അപ്പം ഞാൻ എയർഫോഴ്സിൻ്റെ ഗരുഡ് ഉണ്ടായിരുന്നു, അതിൽ പോയി ട്രൈ ചെയ്തു. ഓട്ടത്തിന് കെട്ടി. കൊച്ചിയിൽ കലൂർ വെച്ചായിരുന്നു. ഓട്ടം കയറി. ഓട്ടത്തിൽ കയറിയപ്പോഴും ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ ഞാൻ ഇതായി. എനിക്ക് എൻ്റെ SLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അല്ലേ, എനിക്ക് കോളേജിൽ നിന്ന് ഫാക്സ് ഒക്കെ അയച്ചു തന്നിരുന്നു. പക്ഷെ അതിൽ പോരാഞ്ഞിട്ട് അത് പോയി. അങ്ങനെ അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങളെ നാട്ടിലെ വെസ്റ്റിൽ ഈ ആർമി റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഓരോന്നിലും ഇങ്ങനെ ഈ തൊഴിൽ വാർത്ത ഇതൊക്കെ ഞാൻ പേപ്പർ ഇടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പണ്ട് സൈക്കിളിൽ പേപ്പർ ഇടാൻ പോയിരുന്നു. അപ്പോൾ ഈ തൊഴിൽ വാർത്തയൊക്കെ ഞാൻ മേടിക്കുന്നു. അപ്പോൾ ഈ തൊഴിൽ വാർത്ത വഴിയാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ റിക്രൂട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ആ റിക്രൂട്ട്മെന്റ് അറിഞ്ഞപ്പോൾ എനിക്ക് ആർമിയിൽ കയറണം. ആർമീനോട് താല്പര്യമില്ലായിക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഒരു പേടി ഉണ്ടായിരുന്നു. ആർമി നല്ല ചീത്ത പറയുക, അടി കിട്ടുക. എന്റെ അന്നത്തെ ഒരു സങ്കല്പം അറിയത്തില്ലായിരുന്നു അത് എങ്ങനെ ആർമി എന്ന് പറയുന്നത് ഹാർഡായിട്ടുള്ള ഒരു സ്ഥലം, ഹാർഡായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അതിൽ നിന്നൊന്ന് വിട്ടുന്നിട്ട് നേവിയിലേക്ക്. നേവി എന്ന് പറഞ്ഞു കഴിയുമ്പോ ഒരു അത്ര അടിയൊന്നുമില്ല, വെള്ളത്തിൽ സ്വിമ്മിങ് ഫുള്ള്. അത് സ്വിമ്മിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ആ മേഖല ഞാൻ എടുത്തത്. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആർമി, അപ്പൊ ഞാൻ ആർമി ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതിയിട്ട്, ആദ്യം തന്നെ ട്രൈ ചെയ്യാന്ന് കരുതിയിട്ടാണ് ആർമിയിലേക്ക് അങ്ങനെ ഒരു ആവേശം വന്നത്. എനിക്ക് ഓട്ടം ചാട്ടം ഒക്കെ പണ്ടേ ഞാൻ സ്പോർട്സിൽ നല്ല ഇതായിരുന്നു, എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പൊ അതിനോടൊരു ആവേശം വന്നു. ഞങ്ങൾ അവിടുത്തെ ഒരു പെരുവേൽ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഓടാൻ പോവുമായിരുന്നു. രാവിലെ എണീറ്റിട്ട് ആരൊക്കെ വന്നാലും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു അവിടുത്തെ കമ്പനിക്കാരുണ്ട്, അവനും ഇപ്പൊ ആർമിയിൽ കയറി. ഞങ്ങൾ 2 ആളും കൂടിയായിരുന്നു, അവനും ഞാനും കൂടെ ഓടാൻ പോകും. എല്ലാ കഥയിലും ഒരു കൂട്ടുകാരൻ കാണും അല്ലേ? അങ്ങനെ ഒരു ആർമി കയറിയപ്പോഴല്ല, പണ്ട് മുതലേ ചെറുപ്പം മുതലേ ഉള്ള ഒരു കമ്പനിയാണ്. ഞങ്ങൾ ആർമി പോകുന്നതിന് മുന്നേ എന്നെ രാത്രിയൊക്കെ വിളിച്ചു കൂട്ടിയുണ്ട്. എടാ കണ്ണാ വാടാ
നമുക്കൊന്ന് അവിടെ പോയി വരാം. അങ്ങനെ എന്നെ വിളിച്ച് ഉത്സവത്തിനായാലും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു എന്റെ ചങ്കയായിരുന്നു. അവൻ ഞാൻ കയറിയതിനു ശേഷം എന്റെ അറ്റംപ്റ്റില് അവന് കിട്ടിയില്ലായിരുന്നു. പക്ഷെ രണ്ടാമത്തെ അറ്റംപ്റ്റില് അവൻ കയറി. അവന് അസുഖമായിരുന്നു, ചിക്കൻ ബോക്സ് അങ്ങനെ എന്തോ വന്നിട്ടും അവൻ നേടിയെടുത്തത്. അപ്പൊ ആദ്യത്തെ അതിൽ ഞങ്ങൾ ഓടാൻ പോവായിരുന്നു ഒന്നിച്ചൊക്കെ. അപ്പൊ ആ ഗ്രൗണ്ടില് ഡെയിലി ഓടിയിട്ട് വെസ്റ്റില് റിക്രൂട്ട്മെന്റ് വന്നപ്പോൾ പുലച്ചയ്ക്ക് 2 മണിക്ക് 4 മണിക്കാണ് 2 മണിക്ക് ഞങ്ങൾ പോയിട്ട് റോഡ് സൈഡിൽ കിടന്നതാണ്. എനിക്ക് ഇപ്പോഴും അവിടുത്തെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ റിക്രൂട്ട്മെന്റിന് പിള്ളേർ വരുമ്പോൾ എനിക്ക് ആ ഓർമ്മയെ വരില്ല. ഞങ്ങൾ 2 മണിക്ക് പുലച്ചയ്ക്ക് പോയിട്ട് കിടന്ന സീനാ. റോഡ് സൈഡ് കടന്നിട്ട് 4 മണിക്കായിരുന്നു റിക്രൂട്ട്മെന്റ്. അതിൽ ഓടി കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഡെയിലി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഡെയിലി ഓടാൻ പോയിരുന്നു. അങ്ങനെ അതിൽ ഓടിക്കയറി. പിന്നെ എനിക്ക് അടുത്തത് പേടി മെഡിക്കലായിരുന്നു. മെഡിക്കലിന് എനിക്ക് പല്ല് സീൻ ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ കുഴപ്പമില്ലായിരുന്നു. അതൊരു സീനാ? ആ പല്ല് ഈ ഗ്യാപ്പിന്റെ മാത്രല്ല, ഉള്ളില് ക്യാവിറ്റി ഉള്ളത്, അത് സീന. അപ്പൊ അതൊക്കെ അടച്ചിട്ടാ ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. നമുക്കൊന്നും പട്ടാളം ഉദ്ദേശിച്ചിട്ട് നമുക്ക് ഏരിയ പോകാൻ പറ്റൂല. ഞാൻ മുന്നേ അപ്പൊ അടച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട്. അപ്പം പിറ്റേന്ന് മെഡിക്കല്. അപ്പൊ മെഡിക്കലും ഫുള്ള് ഫിറ്റ്. അപ്പൊ എന്തോ ഒരു നിമിത്തം പോലെ എനിക്ക് അതിലും എന്റെ കൂടെ ദൈവം ഉള്ളതുപോലെ ഫസ്റ്റ് ചാൻസ് എന്റേത്. അപ്പൊ ഞാൻ ഓട്ടം കയറി. ആർമിയിൽ ഫസ്റ്റ് ചാൻസാ. ഓട്ടം കയറി, മെഡിക്കൽ കയറി. അടുത്ത അറ്റംപ്റ്റ് എക്സാം 3 മാസത്തിന് ശേഷം എക്സാം. അപ്പൊ അത്രയും ടൈം ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് ഉള്ളിൽ തോന്നി ഇത് രണ്ടും കിട്ടി, ഇത്രയും കഷ്ടപ്പെട്ട് എത്തിയല്ലേ, എക്സാമിന് പോയാൽ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ. അപ്പൊ അതിലെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് കയറണം എന്നുള്ള വാശി. അപ്പൊ എന്നെ അച്ഛൻ വല്യങ്ങാടിയിലാണ് വർക്ക് ചെയ്യുന്നത്, പോർട്ടറായിട്ട്. അപ്പൊ അവിടുത്തെ ഒരു സെന്റർ ഉണ്ടായിരുന്നു. ആ സെന്ററിൽ എന്നെ ഇത് വിട്ടു 1 മാസത്തേക്ക്. 3 മാസത്തിൽ ഞാൻ 1 മാസം ആ ക്ലാസ്സിന് പോയി. അപ്പൊ അവിടെ പഠിക്കാൻ ചെന്ന് അവിടുന്ന് കഷ്ടപ്പെട്ട് തന്നെ പഠിച്ച് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പഠിക്കുമ്പോഴൊക്കെ അച്ഛൻ വന്ന് പറയും, ഇതൊരു കച്ചിത്തുരുമ്പാണ്, ഒരു ടേണിംഗ് പോയിന്റാ, നിന്റെ ജീവിതം മാറിയും. അപ്പൊ നീ നന്നായിട്ടൊന്ന് പഠിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. അച്ഛന് ഇത്രയൊന്നും പ്രതീക്ഷ അല്ലായിരുന്നു. പണ്ട് ഞാൻ കറങ്ങി നടക്കുമ്പോൾ 220 ഒക്കെ എടുത്ത് കറങ്ങി നടക്കല, എന്റെ മേലെ പ്രതീക്ഷ അല്ലായിരുന്നു. അച്ഛൻ ഈ പോർട്ടറിന്റെ പണി തന്നെ എടുത്തത് ഇവന് ഭാവിയില് വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പണിയില്ലെങ്കിൽ അച്ഛന്റെ കൂടെ അവിടെ ചെയ്യാന്നുള്ള രീതിയിൽ അച്ഛൻ എടുത്തത്. പക്ഷെ മോന് ഇങ്ങനെ ഒരു അവസരം വന്ന് എന്റെ കഴിവ് അപ്പോഴാണ് അച്ഛൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എക്സാമും കൂടെ ഉള്ളു, അച്ഛക്ക് മോട്ടിവേഷൻ തരും, ഒറ്റ ചാൻസ് ആണ്. അപ്പൊ അതിൽ ഞാൻ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പഠിച്ചിട്ട് തന്നെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി പഠിച്ചിട്ട് തന്നെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരാൻ പിന്നെ ടൈം എടുത്തിട്ടുണ്ട്. ജനുവരിയിലേറ്റാ റിസൾട്ട് വന്നു. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഫോണിൽ തലേന്ന് റിസൾട്ടിൻ്റെ ഇത് വന്നിരുന്നു. അപ്പം എൻ്റെ നമ്പർ ഉണ്ട്. അപ്പം എനിക്ക് കൂടുതൽ സന്തോഷമായി. പക്ഷെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പിറ്റേന്ന് വെസ്റ്റീനിൽ പോയിട്ട് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നോക്കിയപ്പോഴാണ് എനിക്ക് ഒത്തിരി സന്തോഷമായി. എക്സാമും കിട്ടി, അപ്പം എല്ലാം കൊണ്ട് കിട്ടി. ഞാൻ അച്ഛനെയും ആദ്യം തന്നെ അച്ഛനെ വിളിച്ചിട്ട് അറിയിച്ചു, അച്ഛൻ അങ്ങനെ എക്സാം കിട്ടി. അച്ഛനൊക്കെ ഒത്തിരി സന്തോഷം. പിന്നെ എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരെ വിളിച്ച് അറിയിച്ച് എല്ലാവരോടും പറഞ്ഞ് ഞാൻ ആർമിയിൽ കയറിയെന്ന്. ഞാൻ അവിടെ പെരുവയിലൊക്കെ ഒരു കടയിൽ നിൽക്കാനുണ്ടായിരുന്നു പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ എടുത്ത്. അതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ പാർട്ട് ടൈം ആയിട്ട് അവിടെ പോയി നിന്ന് സാധനമൊക്കെ എടുത്ത് ആ കടയിൽ നിന്ന് എന്നെ ഏൽപ്പിക്കലുണ്ടായിരുന്നു. എന്നോടുള്ള ഒരു വിശ്വാസം കൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ടാ പോവില്ല. അപ്പൊ ഞാൻ അത് നോക്കി നടത്തിയത്. അപ്പൊ എല്ലാവർക്കും ഒരു വിധം അറിയാം. നാട്ടിലൊക്കെ അറിഞ്ഞു, കാരണം ആർമിയിൽ കയറി. അപ്പൊ നമുക്ക് ഒരു ഇതാണല്ലോ, ആർമിയിൽ കയറി എല്ലാവരും പിന്നെ ചോദിക്കാനും ഒക്കെ തുടങ്ങി. അപ്പൊ അങ്ങനെ ഞാൻ പോകുന്നതിന്റെ തലേന്ന് ഞാൻ 2018 മാർച്ചിലാണ് എനിക്ക് ജോയിൻ ചെയ്യേണ്ടത്. പോകുന്നതിന്റെ തലേന്ന് ഞാൻ എൻ്റെ നാട്ടിൽ എല്ലാവരും വിളിച്ചു വരുത്തി ബിരിയാണിയൊക്കെ കൊടുത്ത് വീട്ടിലൊരു 30ഓളം ആളുണ്ടായിരുന്നു. എൻ്റെ 220 ഉണ്ട് പൾസർ, അത് വിറ്റ് പൈസ വേണമല്ലോ കൊടുക്കേ. എൻ്റെ ചെക്കന്മാർക്ക് ഞാൻ ട്രീറ്റ് കൊടുത്തിട്ടുണ്ട്. വയനാട്ടിലൊക്കെ കൂട്ടിപ്പോയി കോളേജിൽ പഠിക്കുന്ന നാട്ടിലുള്ള ചെക്കന്മാർക്കൊക്കെ ഞാൻ വിളിച്ചിട്ട് ബിരിയാണി കൊടുത്ത് എൻ്റെ കസിൻസിനും എല്ലാവർക്കും കൊടുത്ത് വിറ്റ പൈസയിൽ അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. 2018 മാർച്ചിൽ ഞാൻ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഒഡീഷയിലായിരുന്നു എന്റെ ട്രെയിനിങ്. അതിനുശേഷം പിന്നെ നമുക്ക് ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ 1.5 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് 2021 ഞാൻ പോസ്റ്റിംഗ് പോയത്. 2019 പഞ്ചാബിൽ വെച്ചിട്ട് 1 വർഷം സർവീസ് ചെയ്തു. 1 വർഷം കഴിഞ്ഞിട്ടാണ് അന്നത്തെ ടൈമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളി ഫുട്ബോളാണ്. ഫുട്ബോൾ ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള കളി. ഞാൻ നാട്ടിൽ നിന്നൊക്കെ കളിക്കുന്നു. അപ്പൊ അവിടെ പോയിട്ടും വിട്ടിയില്ല. ഞാൻ ഫുട്ബോൾ കളിച്ച് അവിടുന്ന് ഞങ്ങള് 8-0 പൊട്ടിച്ചതാ അടുത്ത ടീമിന്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ഒരു ഗോൾ പോലും അവരെ അടിക്കാത്തതുകൊണ്ട് 8-0 പൊട്ടിച്ചായിരുന്നു. അപ്പോ അന്ന് ഫുട്ബോൾ കളിച്ച് പിന്നെ ഒരു ക്രോസ് കൺട്രി 12 കിലോമീറ്ററിന്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഒരു ടീമുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഉണ്ടായിരുന്നു. 12 കിലോമീറ്റർ ഡെയിലി പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഓടിയിട്ട് മതിയാവും. 12 കിലോമീറ്റർ ഡെയിലി ഓടിയിട്ട് പ്രാക്ടീസ് എന്നിട്ട് ലാസ്റ്റ് ആ ക്രോസ് കൺട്രിയിലും ഞങ്ങളെ ടീമാണ് ജയിച്ചത്. ഞാൻ 13ാമതാണ് വന്നത്. ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത് മൊത്തം കവർ ചെയ്യണം. അപ്പോൾ ആരെങ്കിലും ലേറ്റ് ആയാലും ആ ഗ്രൂപ്പ് ടൈം നോക്കും അതിനനുസരിച്ച്. അപ്പൊ ഞാൻ 13ാമതാണ് വന്നത്. ബാക്കിലൊക്കെ ആയിട്ട് ടോട്ടൽ 30 ആളുണ്ട്. അപ്പൊ അതിലും ഞങ്ങളെ ടീമിനെ ജയിച്ചു.
അപ്പൊ എല്ലാത്തിലും പങ്കെടുക്കുന്നതുകൊണ്ട് ഇന്നെ എടുത്തിട്ട് എന്റെ പേരിട്ട് ബാസ്കറ്റ് ബോൾ, എനിക്ക് കളി അറിയേയില്ല, ഞാൻ ഇന്നേ വരെ ബാസ്കറ്റ് ബോൾ കളിച്ചില്ല. അപ്പൊ അവിടെ നിന്ന് ബാസ്കറ്റ് ബോളിലും പേരിട്ട് അതും കളിച്ച് പിന്നെയാണ് ഇതിൽ വരുന്നത്. ഒരു അസാൾട്ട് ട്രെയിനിങ് ഉണ്ട്, അതിൽ എൻ്റെ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യുമ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യല. അസാൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു 22 ഒബ്സ്റ്റക്കിൾ ഉണ്ടാവും, അത് കവർ ചെയ്യണം. കുഴി ഉണ്ടാവും, കയറുണ്ടാവും, ചാടി കിടക്കണം. ഞങ്ങളെ പുതിയ ഉണ്ടാക്കിയ ഗ്രൗണ്ടാണ്, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കവർ ചെയ്യണം. അതിൽ കവർ ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ഇതില് ഞാൻ കയറുമ്പോ കൂടെ കയറി തിരിഞ്ഞ് ഇറങ്ങുന്നതായിരുന്നു. അപ്പൊ ആ ഇറങ്ങുന്നതിൽ കയറ് പൊട്ടിപ്പോയി, പിടിച്ച കയറ് പൊട്ടിയിട്ട് ബാക്ക് അടിച്ച് വീണതാ. എനിക്ക് അപ്പം മുതൽ ബോധം പോയതായിരുന്നു. എന്റെ കൂടെ ഞങ്ങൾ 10 പേരുണ്ട് അതില് അത് ചെയ്യാൻ. അപ്പൊ അവര് പറഞ്ഞ് കേട്ടറിയാണ് ഞാൻ ഇങ്ങനെ കയറ് പൊട്ടിയിട്ടാണ് വീണത്. എന്റെ റൈഫിൾ ഉണ്ടായിരുന്നു, റൈഫിൾ ഇവിടെ ഹെഡ് ഇഞ്ചുറിയും വന്ന് അങ്ങനെ ബാക്കിൽ എല്ല് പൊട്ടിയിട്ടാണ് സ്പൈൻ ഇഞ്ചുറി ആയി. പിന്നെ ആദ്യം ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് സ്കാൻ ചെയ്തപ്പോൾ സ്പൈനിന് ഇത് പറ്റിയാന്ന് പറഞ്ഞ് അവിടുന്ന് എന്നെ നേരെ ട്രാൻസ്ഫർ ചെയ്ത് ചണ്ഡിമന്ദിർ ഹോസ്പിറ്റലിലേക്ക്. ആർമിയുടെ തന്നെ അവരെ ആംബുലൻസിൽ തന്നെ എന്നെ കൊണ്ടുപോയി. 5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓപ്പറേഷൻ ചെയ്ത്. 6-ാം തീയതിയാണ് പറ്റിയത്. 11-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് സ്ക്രൂ ഒക്കെ ഇട്ട് പിന്നെ എന്നെ നേരെ വാർഡിലേക്ക് കൊണ്ടുപോയി. ആ ടൈമിലൊന്നും എനിക്ക് വീൽ ചെയറിൽ, ഞാൻ ഇപ്പൊ അവിടെ ഇരിക്കുന്നില്ല, ഇതേപോലെ ഒന്നും എനിക്ക് ഇരിക്കാനേ പറ്റൂല. കുറച്ചേരം ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വേദന എടുക്കും. ഞാൻ അവിടെ ഉള്ളവരോട് പറയും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്നെ കടത്തും, പിന്നെ ഇരുത്തും, അങ്ങനെ അവിടെ ഉള്ളവർ പറയും ഇരിക്കണം, മാക്സിമം ഇരിക്കണം, ഒരിക്കലും കിടക്കാൻ പാടില്ല. അങ്ങനെ ഇരുത്തി അവിടെ നിന്ന് 1 മാസം അവിടെ നിന്നു. പിന്നെയാണ് എന്നെ പൂനെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രെയിൻ വഴി ഞാൻ ഇവിടേക്ക് പോയി, പൂനെയിലേക്ക്. പിന്നെ ഇതുവരെ പൂനെയിലായിരുന്നു എൻ്റെ ലോകം, അവിടുത്തെ മിലിറ്ററി ഹോസ്പിറ്റൽ ഇത്രയും എത്തിയത്. അതായത് അവിടെ നിന്നാണ് ഞാൻ പിന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്തത്, ഇത്ര മോട്ടിവേഷൻ ആയത് എല്ലാം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ടാണ്. ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ അതുവരെ എത്തിയെന്ന് പറഞ്ഞാല് അവിടെ ഉള്ളവരുടെ ജീവിതം എനിക്ക് മോട്ടിവേഷൻ. ഞാൻ അവിടെ ചെന്നപ്പോഴേ ഒരുപാട് വീൽ ചെയറിൽ ഇപ്പൊ ജനങ്ങളെ മുന്നിൽ എന്നെ മാത്രമല്ലേ കാണുന്നത്, ഒത്തിരി പേരുണ്ട് ഇങ്ങനെ വീൽ ചെയറിലായ സോൾജേഴ്സും സോൾജേഴ്സ് അല്ലാത്തവരും ഒക്കെ വീൽ ചെയർ. എനിക്ക് തന്നെ ഒത്തിരി മെസ്സേജ് അയച്ചു കഴിഞ്ഞ വീഡിയോ കണ്ടു. ഒരുപാട് പേരുണ്ട്, അവരുടെ ജീവിത കഥയൊക്കെ എല്ലാവരും അറിയണം എന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പൊ എന്റെ ജീവിത ഞാൻ ഇപ്പൊ മാരേജ് ചെയ്തപ്പോഴാണ് എന്റെ എല്ലാവരും അറിയാൻ. ഇതേപോലെ മാരേജ് ചെയ്യാത്തവരും ചെയ്തവരും ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവരെ കണ്ടിട്ടാണ് ഞാൻ മോട്ടിവേറ്റ് ആയത്. അവര് ഗെയിം കളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനും ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെ ഇത് കളിക്കുന്നു. ഞങ്ങളെ ഫിസിയോ അവിടെ നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മെയിൻ ലക്ഷ്യം എന്റെ നടക്കണം എന്നാണ്. ഇപ്പോഴും എന്റെ ലക്ഷ്യം തന്നെ. ഒരു ദിവസം ഇന്നല്ലേ നാളെ ഞാൻ എണീറ്റ് നടക്കും, ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. ഞാനും ഇവളും എനിക്ക് ഉറപ്പ് തന്നതാണ്, നിങ്ങളെ ഞാൻ നടത്തിക്കുന്നു പറഞ്ഞിട്ട്. ആ ഒരു ഉറപ്പ് ഇപ്പോഴും എനിക്കുണ്ട്. അതിലാണ് മുന്നോട്ട് ജീവിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് വേണ്ട ഒരു സാധനമാണ് ആ ഒരു. എന്നെ എന്ന് പ്രണയിച്ച് തുടങ്ങി അന്ന് മുതൽ എനിക്ക് സപ്പോർട്ടായിട്ട് പറയുന്നത് ഇവളാ ഒരു വാക്കാ. നിങ്ങൾ ഒരു ദിവസം ഞാൻ നടക്കും. എനിക്ക് ഇപ്പോ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഒരു ദിവസം ഉറപ്പായിട്ട് നടക്കും. കാരണം ആ കുറെയൊക്കെ ബിലീഫാണ്, നമ്മൾ വിശ്വസിച്ചാൽ നടക്കുമെന്നുള്ളതാണ്. അതെ, വിൽ പവർ നമ്മൾ വിശ്വസിച്ചാൽ നടക്കുമെന്നാണ്. ഇത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ വേറൊരാൾ ബാക്കിന് ഉറപ്പെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സ്ട്രെങ്ത് ഭയങ്കരമാണ്. അപ്പൊ സപ്പോർട്ടായിട്ട് ഇപ്പൊ തീർച്ചയായിട്ടും. അപ്പൊ അവിടെയുള്ള ഒരുപാട് അങ്ങനെ വീൽ ചെയർ ഉള്ളവരാണ് എന്നെ മോട്ടിവേറ്റ് ആക്കിയത്. ഒരുപാട് നാഷണൽ പോയിട്ട് മെഡൽ മേടിച്ചു വരുന്നവരുണ്ട്. ബാസ്കറ്റ് ബോളിലായാലും എനിക്ക് ആദ്യം ചിന്തിക്കുന്നത് വീൽ ചെയറിൽ എങ്ങനെ ബാസ്കറ്റ് ബോൾ കളിക്കും. നോർമൽ ആൾക്കാർ അതല്ലേ ചിന്തിക്കുക, എങ്ങനെ കളിക്കും. അപ്പൊ എന്റെ പേടി അതന്നെയായിരുന്നു. പിന്നെ ഞാൻ ബാസ്കറ്റ് ബോളിലേക്ക് ഇറങ്ങി. അവിടെ മെല്ലെ അവരെ കളിക്കുന്നത് കണ്ടപ്പോൾ ഞാനും അവരെ കൂട്ടത്തിൽ കളിക്കാൻ. തുടക്കമൊക്കെ പേടിയായിരുന്നു. പിന്നെ കളിച്ച് അവിടുത്തെ മാച്ച്, അവിടുത്തെ നോർമൽ ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് എത്തിച്ചേരണം. ഞാൻ എൻ്റെ അച്ഛന് കൊടുത്ത വാക്കാ. അച്ഛൻ ഇങ്ങനെ ഞാനായിട്ടുണ്ടെങ്കിലും അച്ഛൻ എവിടെയും നാണം കെടേണ്ടി വരില്ല, അഭിമാനത്തോടെ തന്നെ നിൽക്കാം. ആ ഒരു വാശി ഞാൻ വീട്ടിൽ ലീവിന് പോയപ്പോ അച്ഛന് കൊടുത്ത വാക്കാ. അല്ല, അപ്പൊ ഇതിന് ശേഷം നേരെ പൂനെയിലേക്ക് നാട്ടോട് തിരിച്ചു വരില്ല ചെയ്തത്? എങ്ങനെ? നമുക്ക് ഇവിടെ അച്ഛനായി ഞാൻ ലീവിന് പോയിരുന്നു. ലീവിന് പോയപ്പോ ഒരു ഇൻസിഡന്റ് വീട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രശ്നത്തിന് അച്ഛൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വന്ന് കരഞ്ഞപ്പോ ഞാൻ അച്ഛന് കൊടുത്ത വാക്കാണ്. അച്ഛൻ ഒരിക്കലും എന്നെ ഓർത്തിട്ട് ദുഃഖിക്കേണ്ടി വരില്ല, അച്ഛന് അഭിമാനമേ ഉണ്ടാവുള്ളൂ. അന്ന് മുതൽ ഞാൻ മനസ്സിൽ കരുതിയ കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ നേടണം. വീൽ ചെയറിലാണെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. ഈ നോർമൽ ആൾക്കാരെ പറ്റാത്തതും എനിക്ക് ചെയ്യണം എന്നൊരു വാശി ഉണ്ടായിരുന്നു. ആ വാശിയിൽ അങ്ങനെ ഞാൻ അവിടേക്ക് പോയതിനു ശേഷമാണ് സ്വിമ്മിങ് ചെയ്യാൻ നിന്നത്. അങ്ങനെ സ്വിമ്മിങ് നോക്കി. സ്വിമ്മിങ് എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. 10 മീറ്റർ 20 മീറ്റർ ഒക്കെ നീന്താൻ പറ്റും. അത് പ്രാക്ടീസ് ചെയ്ത് ഞാൻ പിന്നെ 1 കിലോമീറ്റർ കണ്ടിന്യൂ സ്വിമ്മിങ് ചെയ്യാൻ തുടങ്ങി. 1 കിലോമീറ്റർ നിർത്താതെ ഞാൻ സ്വിമ്മിങ് ചെയ്യായിരുന്നു. അവിടുന്ന് 50 മീറ്ററിന്റെ സ്വിമ്മിങ് പൂൾ
സ്വിമ്മിങ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ ആസാം പോയിരുന്നു. അതിൽ അന്ന് 1 കിലോമീറ്റർ ഒന്നും ചെയ്യൂലായിരുന്നു. അന്ന് അവിടെ നിന്ന് മെഡലൊന്നും കിട്ടിയില്ല. പക്ഷെ അപ്പോഴും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ അടുത്തേൽ പിടിക്കുന്നുള്ള ഉറപ്പുണ്ട്. അടുത്ത ഗ്വാളിയറിൽ വെച്ചിട്ടാണ്, മധ്യപ്രദേശ്. അവിടെ പോയിട്ട് എനിക്ക് ഒരു ബ്രോൺസ് മെഡൽ കിട്ടി. അപ്പൊ എന്റെ യൂണിറ്റിനൊക്കെ വലിയ കാര്യമായിരുന്നു തന്നെ. ഇങ്ങനെ ആയിട്ട് പോലും കുറെ പേര് എന്നോട് ചോദിച്ച കാര്യം, എന്റെ ചേച്ചിമാരോടൊക്കെ ചോദിക്കലുണ്ട്, ഇങ്ങനെയുള്ളവ എങ്ങനെ സ്വിമ്മിങ് ചെയ്യുന്നു. അതാണ് എനിക്കും വേണ്ടത്. എനിക്ക് ഇത്ര ഇതില്ലെങ്കിലും എന്നോട് ചോദിക്കണം, ഇവ എങ്ങനെ സ്വിമ്മിങ് ചെയ്യുന്നു. ശരിക്കും നമുക്ക് നേരത്തെ ഇഷ്ടം ഫുട്ബോൾ അല്ലായിരുന്നു? ഫുട്ബോളായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നാട്ടിലുള്ള കുളത്തിലും ഫുട്ബോളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നേരെ കുളിക്കാനൊക്കെ പോകുക. അവിടെ തന്നെ അടുത്ത് കുളമൊക്കെ ഉണ്ട്. ഫുട്ബോളാ ഇഷ്ടം എന്ന് കരുതിയിട്ട് ഇപ്പൊ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ബാസ്കറ്റ് ബോൾ കളിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കളി. കാലുകൊണ്ട് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബാസ്കറ്റ് ബോൾ. പിന്നെ അഡ്വഞ്ചർ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ സ്വിമ്മിങ് തിരഞ്ഞെടുത്തത്. അപ്പൊ സ്വിമ്മിങ്ങിന് പോയിട്ട് ഞാൻ നാഷണൽ പോയിട്ട് ഒരു ബ്രോൺസ് അന്ന് നേടി. ഇപ്പൊ ഈ അടുത്ത് ഞങ്ങൾ ഗോവയിൽ പോയിരുന്നു. ഞങ്ങൾ 2 ആളും കൂടെ പോയി. അതിൽ പോയിട്ട് അവിടുന്ന് ഒരു ഇത് വാങ്ങി, ബ്രോൺസ് വാങ്ങി. അന്ന് എനിക്ക് പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഞാൻ ഒരു ബ്രോൺസ് വാങ്ങി. ഇപ്പോഴും എന്റെ സ്വിമ്മിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതിൽ എന്റെ ശ്രമം ഒരു ഗോൾഡെങ്കിലും മേടിക്കാനാണ്. അതുകൊണ്ട് കൂടിയാണ് എന്നെ ഇപ്പൊ സർവീസിൽ വെക്കുന്നത്. അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാറ്. അങ്ങനെ ഉണ്ടോ? ആ ഉണ്ട്. ഇപ്പൊ അവിടുത്തെ കുറെ പേരും സോൾജിയറും വീട്ടിലേക്ക്, കാരണം ഞങ്ങൾ വീൽ ചെയറിലല്ല. ഞാൻ എന്ന് പറഞ്ഞാല് അവിടെ ഇപ്പൊ കമ്പ്യൂട്ടർ കോഴ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ സ്വിമ്മിങ്ങും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടി എന്നെ ആർമിയിൽ വെക്കും. അപ്പൊ ഈ ഒരു പവറും കാര്യം എനിക്ക് ഇതൊക്കെ കിട്ടിയത് ആർമീന്റെ ഒറ്റ ഇതുകൊണ്ട്. ഞാൻ ഇപ്പൊ ആർമി പോയില്ലെങ്കിലും എനിക്കിത് പറ്റേണ്ടത് ഇപ്പൊ എവിടുന്നായാലും പറ്റും. അതിപ്പോ ആർമിയിൽ നിന്ന് അവിടെ നിന്ന് പറ്റിയില്ലേ പറ്റും. എനിക്കൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ആർമി അവര് എന്നെ നോക്കുന്നുണ്ട്. ഇങ്ങനെ പറ്റിയാണെങ്കിൽ വേറെ എവിടെയെങ്കിലാണ് ഞാൻ ഇപ്പൊ ജോബെങ്കിൽ തിരിഞ്ഞു നോക്കോ? ഇല്ല. ഞാൻ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും എന്നെ നോക്കേണ്ടി വരും. അപ്പൊ ആ ഒരു പവർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്റെ അഭിമാനം എവിടെ പോവാണേലും. നമുക്കിപ്പോൾ ഒരു ആർമിക്കാരനൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഈ ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ്സ് ഉണ്ട്, ഭയങ്കര സങ്കടം വരുന്ന മൊമെന്റുകളുണ്ട്. ഒരു ആർമിക്കാരന് ഒരിക്കലും നമ്മൾക്ക് മനസ്സിൽ കാണുമ്പോൾ അവരൊരു സൂപ്പർ ഹീറോ, അവർക്ക് ഒരു പേടിയില്ല, അവർ ഭയങ്കര, കാരണം രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന മൊമെന്റ്സോ സിറ്റുവേഷൻസോ? പേടിക്കുന്ന മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും പോസ്റ്റിൽ നിൽക്കാൻ. അപ്പൊ നമുക്കൊരു, ഞാൻ ഇവിടെ RR എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ജമ്മുവിൽ പോകണം, അത് കട്ട് ചെയ്തില്ല. ഞാൻ അങ്ങോട്ട് പോയില്ല. അവിടെയാണ് പേടിപ്പിക്കുന്ന മൊമെന്റ്സ് പോലെ. പക്ഷെ ഇവിടെ പഞ്ചാബിൽ തന്നെ പേടിപ്പിക്കുന്ന മൊമെന്റ്സ് പറഞ്ഞാൽ നൈറ്റ് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും, റൈഫിലും പിടിച്ചിട്ട് ഗേറ്റിന്റെ അവിടെ. പിക്കറ്റ് 43 അല്ലേ ഒരു സ്ഥലമല്ലേ, മറ്റേ നമുക്ക് പാകിസ്ഥാൻ ഇന്ത്യ തമ്മിൽ ഡയറക്റ്റ് അവിടെ ഡയറക്റ്റ് ഇല്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ സർവീസ് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ പഞ്ചാബിൽ പോയി 1 വർഷം കഴിഞ്ഞപ്പോഴേ എനിക്ക് പറ്റി. ഇല്ല അവിടെയൊക്കെ പോവേണ്ടി വരുമായിരുന്നു. ഞങ്ങൾ 3 വർഷം കട്ട് ചെയ്യേണ്ടതാണ് അവിടെ. അതിന് മുന്നേ എനിക്ക് ഇങ്ങനെ പറ്റിയോണ്ട് ആ നിമിഷം വന്നില്ല. പക്ഷെ പേടിപ്പിക്കുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ രാത്രി നൈറ്റ് ഡ്യൂട്ടി. ഞങ്ങൾക്കിപ്പോ ആ തണുപ്പും കോട്ടൊക്കെ ഇട്ടിട്ടാ, പഞ്ചാബിൽ നല്ല തണുപ്പായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി നോക്കാണ്ടോ. അപ്പൊ ഒരു ഉള്ളിലൊരു പേടിയാ. അത് ഇത്ര ആർമിക്കാരനാണെങ്കിലും ഉള്ളിലൊരു പേടി ഉണ്ടാവും. അപ്പൊ എന്തും പ്രതീക്ഷിച്ചോണ്ടേയിരിക്കും നിൽക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് പകല് ഞാൻ ടെക്നിക്കലിലായിരുന്നു. അപ്പൊ പകല് റഡാർ അങ്ങനത്തെ കാര്യങ്ങൾ വർക്ക് നോക്കിയിട്ടാ ചെയ്യാറ്. പക്ഷെ നൈറ്റ് ഡ്യൂട്ടി കിട്ടും. അതില് ഒരു പേടിക്കുന്ന ഇത് വന്നിട്ടുണ്ട് ഉള്ളില്. അതുപോലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് തോന്നിയൊരു മൊമെന്റ്, ഏറ്റവും സന്തോഷം തോന്നിയൊരു മൊമെന്റ് ആർമിയിലോ ജീവിതത്തിൽ ഏതും ആകാം? ഇവള് എന്റെ ലൈഫിലേക്ക് വന്നത് എന്നാ ആർമിയിൽ ഏറ്റവും നമ്മൾ അച്ചീവ് ചെയ്ത ഏറ്റവും നമുക്ക് തോന്നിയൊരു ഭീകര മൊമെന്റ് അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് തോന്നിയൊരു മൊമെന്റ്? ആ മൊമെന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് ആർമിയിലേക്ക് ഒരു ജോബ് കിട്ടിയില്ല. ആ മൊമെന്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. ജോബ് നേടിയെടുത്തു. എന്റെ കഷ്ടപ്പാടിന് ഒരു ഇത് കിട്ടി. ജീവിതം എന്റെ ടേണിംഗ് പോയിന്റ് അതായിരുന്നു. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം സെറ്റിൽഡ് ആയി കാര്യങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞ് ഇപ്പൊ എല്ലാരും എന്ത് പറയുന്നു? വീട്ടിലും എല്ലാവരും ഓക്കെ. 2 വീട്ടിലും ഞങ്ങളെ അവിടെ വീട്ടിലും കുഴപ്പമില്ല. അവര് ഞങ്ങളെ വീട്ടിലേക്ക് വന്നിരുന്നു. ഞങ്ങളെ വീട്ടുകാരും എല്ലാവരും ഇപ്പൊ ഹാപ്പി ആയിട്ടാ പോകുന്നത്. നല്ല ഹാപ്പി എൻജോയ്. ഞാൻ ഇപ്പൊ ഇന്നലെ ഒരു വണ്ടി എടുത്ത് പോയിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഞങ്ങളൊരു ബൈക്കിൽ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ഇവളെയും കൂട്ടിയിട്ട് ഞാൻ ബൈക്കിൽ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് വന്നു. അപ്പോൾ എന്നാലും ഇപ്പം എല്ലാവരും നല്ലത് പറയണമെന്നില്ല. കുറേ പേര് കുറ്റം പറയുന്നവരുണ്ട്. പക്ഷെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻസിലൊക്കെ വന്നത് നല്ല അഭിപ്രായം തന്നെ. ഞങ്ങളെ 2 കൈയും നീട്ടിയിട്ടാണ് സ്വീകരിച്ച് ആളുകൾ. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ട് അതിലെ കമൻസൊക്കെ കണ്ടിട്ട് നല്ല നെഗറ്റീവ് കമൻസേ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഒരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ ഇവളുടെ അമ്മേനെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതിലെനിക്ക് ഒത്തിരി സങ്കടം വന്നു ഇന്റർവ്യൂ കണ്ടിട്ട്. അപ്പൊ ഇന്റർവ്യൂവിനെ കൊണ്ടിട്ട് എനിക്ക് നല്ലതും ഉണ്ടായിട്ടുണ്ട്, മോശവും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്റർവ്യൂ കണ്ടിട്ട് കുറെ പേര്, ഞാൻ വീൽ ചെയറിലല്ലേ, അത് കണ്ടപ്പോൾ അവർ കുറെ പേര് കുറ്റപ്പെടുന്നു. അപ്പൊ എനിക്ക് അവരോടൊക്കെ ഒന്നേ പറയുള്ളൂ, ഞങ്ങളേതായ ഒരു ലോകത്താണ്. അപ്പൊ ഞങ്ങളേതായ
വീട്ടുകാർക്കും ഒന്നും പ്രശ്നമില്ല, ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് തന്നെ ജീവിക്കും. അപ്പൊ അതിലേക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വരരുത്. അത് പറയാനുള്ളവർക്ക് ഞങ്ങളോട് പറയാം, ഞാൻ ആ മൈൻഡിലേ എടുക്കണം. പക്ഷെ വീട്ടുകാരോട് പറയുമ്പോൾ അവർക്ക് ഒത്തിരി വിഷമം. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇന്റർവ്യൂ ചെയ്യുന്നില്ല ഒക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഞാൻ ഈ വീൽ ചെയറിലായവർക്കും ഒക്കെ ഒരു മോട്ടിവേഷൻ ആവും. അതെ, തീർച്ചയായിട്ടും നമുക്ക് എങ്ങോട്ടൊക്കെ എത്തിപ്പെടാൻ പറ്റുമോ അങ്ങോട്ടൊക്കെ എത്തിപ്പെടാൻ പറ്റുക തന്നെ ചെയ്യണം. കാരണം ഇതൊരു മോട്ടിവേഷനാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ആയവർ ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരും സമൂഹത്തിലേക്ക് വരണം എന്ന് എനിക്ക് ഒരുപാട് പേരുണ്ട്. നീ തിരിച്ചു വരാൻ കേറി വീഡിയോ കണ്ട കുറച്ചു പേരെങ്കിലും ഇത് കാണുമ്പോ ഒരാള് എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ട്. തീർച്ചയായിട്ടും എന്റെ ഇന്റർവ്യൂ കൊണ്ടുള്ള ഒരു വിജയം അതല്ലോ. വേറൊന്നും എനിക്ക് വൈറലാവൂ, വേറെ ഒന്നും വേണ്ട. ഞാൻ ഓപ്പൺ ആയിട്ട് ഞങ്ങളെ ലൈഫ് സ്റ്റോറി പറയുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇല്ലാത്തത് ഒന്നും പറയുന്നില്ല. എങ്ങനെയാണോ അത് പറയുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് വീൽ ചെയറിലുള്ളവരോ അല്ലാത്തവരൊക്കെ ആയിട്ട് മോട്ടിവേഷൻ തോന്നിയിട്ട് വരികയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരുപാട് മോട്ടിവേഷൻ ചെയ്യുന്ന സ്പീച്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ അനുഭവത്തിൽ നിന്നല്ല പറയുന്നത്, പലരുടെയും കഥകളാണ് പറയുന്നത്. പക്ഷെ അവർക്ക് തന്നെ എന്തെങ്കിലും ഒന്ന് വന്നാൽ താങ്ങണം എന്നില്ല. ഈ അനുഭവമുള്ള ഞാൻ ഇത് പറയുമ്പോൾ ഒത്തിരി പേര് കേട്ടിട്ട് മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ, സമൂഹത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് സന്തോഷം. മാത്രമല്ല ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ആക്കി മാറുക മാത്രമല്ല, മോട്ടിവേഷൻ പ്രൂവ് ചെയ്ത ഒരാളാണ്. ഇപ്പൊ ഒരു ചാമ്പ്യൻ ആണ്. അത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് നാക്കം കൊണ്ട് എന്തും പറയാം, നമുക്ക് വായം കൊണ്ട് എന്തും പറയാം. പക്ഷെ അത് പ്രൂവ് ചെയ്ത് കാണിക്കുന്ന ആളാണ് ശരിക്കും ഹീറോ. അതുകൊണ്ട് എല്ലാവരും മുന്നിലും വന്നിട്ട് പറയാനും ഇത്ര ധൈര്യം കാണിക്കും. എനിക്ക് എൻ്റെ അനുഭവം ഉണ്ട്, ഞാൻ വിജയിച്ചിട്ടും ഉണ്ട്. ഇനി മുന്നോട്ടും അതെന്നെ നേടി മുന്നോട്ട് വിജയത്തോടെ തന്നെ പോകും. ഇപ്പൊ കൂടെ ഇവളും ഉള്ളതാണ് എൻ്റെ ഏക സപ്പോർട്ട്. ഡബിൾ സ്ട്രോങ്. ഇവളെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരും ഒത്തിരി സപ്പോർട്ടാട്ടോ എനിക്ക് എന്ത് കാര്യത്തിനും. എൻ്റെ അച്ഛനും അമ്മയും അളിയന്മാരും ചേച്ചിമാരും ഒക്കെ അടിപൊളിയായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ എനിക്ക് ആരെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്ക് അഗ്രയുടെ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് എന്നെ ഭയങ്കര പേഴ്സണലി ഭയങ്കര ഹാപ്പി ആക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പൊ അഖിലിപ്പം ഞാൻ ആകുമെന്ന് പറയുമ്പോൾ ആയിരിക്കും, റെഡി ആയിരിക്കും എന്നൊരു ഭയങ്കരമായ സ്ട്രെങ്ത് അപ്പുറത്തുനിന്ന് വരുന്നില്ലേ? അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ദൈവമാണ് എന്നെ ഇങ്ങനെ ആക്കി ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു വിധി. പക്ഷെ ആ നേരത്തും ഇങ്ങനെ ഒരു കൈ പിടിച്ച് കൂടെ നിൽക്കാൻ ഒരാളെ തന്നത് ദൈവം തന്നെയാണ്, എന്നെ ചേർത്ത് പിടിച്ചത്. പക്ഷെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് മോട്ടിവേഷൻ മാത്രം ആയാൽ പോരാ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വീൽ ചെയറിലുള്ളവർക്ക് അതൊരു മോട്ടിവേഷനാണ്. പക്ഷെ ഞങ്ങളെ പോലെ ഉള്ളവരെ ജനങ്ങളും സമൂഹത്തിൽ കൂടെ കൂട്ടണം. അതായത് ഞങ്ങൾക്ക് മോട്ടിവേഷൻ മാത്രം തന്നാൽ പോരാ. അതായത് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലേ ട്രെയിനൊക്കെ മിസ്സായി, ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ബസ്സിലാണെങ്കിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. വികലാംഗർക്കും ഒക്കെ ഉള്ള സീറ്റ് ഉണ്ട്, പക്ഷെ വീൽ ചെയറിൽ കയറാൻ പറ്റൂല. അതിനായിട്ടുള്ള ഒരു സൗകര്യം ബസ്സാണെങ്കിലും ഇനിയിപ്പോ ട്രെയിൻ ആണെങ്കിലും. ഇപ്പൊ എനിക്ക് ഇവളെയും കൂട്ടി ഒന്ന് തിയേറ്ററിൽ ഞാൻ മൂവി കാണാൻ പോകാറുണ്ട്. പോണ എൻ്റെ അളിയന എന്നെ എടുത്തിട്ട് അങ്ങോട്ട് സീറ്റിലായിരുന്നു. ഇനി ഇവൾക്കും എനിക്കും കൂടെ ഒന്ന് പോയി കാണണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് എടുക്കേണ്ടി വരും, ഇവളെ കൊണ്ട് പറ്റൂലല്ലോ. അപ്പൊ അതിനുള്ള ഒരു സൗകര്യം ഞങ്ങൾക്കായിട്ട്, വീൽ ചെയറുകാരായിട്ട് ഒരു തിയേറ്ററിൽ ഒരു സൗകര്യം, പിന്നെ ഞങ്ങൾക്കായിട്ട് ഇപ്പൊ സമൂഹത്തിൽ ഇറങ്ങി നടക്കണേലും അതിനുള്ള സൗകര്യം കൂടെ വേണം. ഒത്തിരി സൗകര്യം ഉണ്ട്. പാർക്ക് ഇപ്പൊ ബീച്ചിൽ, കോഴിക്കോട് ബീച്ചിലുണ്ട്, ഞാൻ പോകാറുണ്ട് അവിടെയൊക്കെ. പക്ഷെ എല്ലാ സ്ഥലത്തും ഈ ഒരു സൗകര്യം വേണം. അത് ശരിക്കും ഒരു അവകാശമാണ് നമ്മുടെ. ഞങ്ങളൊരു പൗരന്മാരല്ലേ, ഞങ്ങളും വോട്ട് ചെയ്യുന്നു, അവകാശം. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നല്ല. വികസനം ഇപ്പൊ ഒത്തിരി വരുന്നുണ്ട്. ഇപ്പൊ സീപ്ലെയിനൊക്കെ വന്ന്, അപ്പൊ വികസനം ഒത്തിരി വരുമ്പോൾ ഞങ്ങളെയും കൂടെ കൂട്ടണം എന്നാ എനിക്ക് പറയാം. ഞങ്ങളെ പോലെ ഉള്ളവർക്കും കൂടെ പറ്റുന്ന വികസനം വേണം. എനിക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് വീൽ ചെയർ ഉണ്ടത് നമ്മൾ എന്തായാലും റെഡിയാവും. പക്ഷെ എനിക്ക് ചേട്ടൻ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ വീൽ ചെയർ ആണെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞത് ഒരിക്കലും അല്ല. കാരണം അടിക്കുമ്പോ അങ്ങനെ പറയാറ്, നിങ്ങൾ വീൽ ചെയർ ആണെന്ന് ഞാൻ നോക്കൂല, അങ്ങനെ എന്നോട് ഞാൻ പറയും കുറച്ച് പരിഗണന ഉണ്ടാ. കാരണം എല്ലാം താണ്ടി ആഗ്രഹങ്ങളെ നേടിയെടുത്തു. പിന്നെ നമ്മൾ ഒരു ഇൻസിഡന്റ് പറ്റി പിന്നെ നേടി ചാമ്പ്യനായ ഒരാളാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കാണുമ്പോൾ എണ്ണിച്ച് നിൽക്കുമെന്ന്. അത് നമ്മൾ മൈൻഡ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മറന്നുപോയി ഇടയ്ക്കൊന്ന്, കാരണം അത് വിട്ടുപോകുന്നു. പക്ഷെ അത് കാണുമ്പോൾ ആ ഒരു സന്തോഷം, കോൺഫിഡൻസ് കാണുമ്പോൾ ഭയങ്കര ഹൈ ആയിട്ട് ഫീൽ ചെയ്യുന്നു. എന്തെങ്കിലും ലാസ്റ്റായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ ഒരുവിധ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് പറയാന്ന് പറഞ്ഞാൽ, ഒന്ന് എനിക്കിപ്പോൾ ഈ അവസരം കിട്ടിയത്, എനിക്ക് ഫസ്റ്റ് വീഡിയോ അതായത് ഇന്റർവ്യൂ തന്ന ചാനലുകാരോട് ഒത്തിരി കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ഇടണം. അതായത് അവര് കാരണമാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് വന്നത്. എനിക്ക് ഇനിയും ഇന്റർവ്യൂ കിട്ടിയതും ഒക്കെ അവര് കാരണമാണ്. അവരാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തത്, ഒരു ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞത്. അവര് കണ്ടതിന് ശേഷമാണ് ജനങ്ങളും ഒക്കെ ഞങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അപ്പൊ അവരോട് ഞങ്ങൾക്ക് എന്നും നന്ദിയുണ്ടാവും. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ പോലുള്ളവരെ മുന്നോട്ട് സമൂഹത്തിൽ ചേർത്ത് പിടിച്ചിട്ട്
കൊണ്ടുവരണം. ആരും കുറ്റം പറയാൻ നിൽക്കരുത്. അതായത് ഈ കാലത്ത് ഇപ്പൊ മര്യാദയ്ക്കുള്ളവർ കല്യാണം കഴിച്ചാൽ പോലും ഡൈവേഴ്സ് ഒത്തിരി നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളെപ്പോലുള്ളവർ കെട്ടിയെന്ന് കരുതിയിട്ട് ഡൈവേഴ്സ് ആവണമെന്നില്ല. അങ്ങനെ ഒത്തിരി പേര് എന്നോട് കമന്റ് ചെയ്തവരും ഉണ്ട്, നിങ്ങൾ പിരിയും അല്ലെങ്കിൽ ഫോട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞ ആ ഫോട്ടോ വന്നതിന് ശേഷം ആരെങ്കിലും ഇങ്ങനെ നമ്മളെ അന്വേഷിച്ച് വരിക, ഐ മീൻ നമുക്ക് ഫോൺ കോൾസ് വരിക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഈ വീഡിയോ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഇന്റർവ്യൂവിന്റെ വീഡിയോസ്, ബാക്കി മെസ്സേജ്, ഒത്തിരി മെസ്സേജ് ഉണ്ട്. ഞങ്ങൾ ഇന്റർവ്യൂ കണ്ടിട്ടോ, അടിപൊളിയായിട്ട്, നിങ്ങൾ അടിപൊളി കോൺടാക്ട് നമ്പർ തരുമോന്നൊക്കെ യൂട്യൂബിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോൺടാക്ട് നമ്പർ തരുമോ, നിങ്ങൾ എങ്ങനെയാണോ ഒന്ന് കോൺടാക്ട് ചെയ്യാം. പിന്നെ വീൽ ചെയറിലുള്ള 2-3 പേര് എന്നെ കോൺടാക്ട് ചെയ്തു. വീൽ ചെയർ അഡ്രസ് തരുമോ, വീട്ടിൽ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു കുട്ടി പറഞ്ഞിരുന്നു നിങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എവിടെയാ. അങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒത്തിരി ഉണ്ട്. അഖിൽ മാരാറായിട്ടുള്ള ഒരു ബോണ്ടിങ്, ആ പുള്ളി എങ്ങനെയാണ് പരിചയപ്പെടുന്ന കാര്യങ്ങളൊക്കെ? അഖിൽ മാരാറെന്ന് പറഞ്ഞാൽ അഖിൽ മാരാർന്ന് പറയാൻ പറ്റൂലേ, സെലിബ്രിറ്റി ആണ്. ഇപ്പം മോഹൻലാലിന് നമ്മള് ലാലെ മോഹൻലാൽ, അല്ലെ സുരേഷ് ഗോപി, മമ്മൂട്ടി ഒക്കെ പറയും. അതേപോലെ അഖിൽ മാരാർന്ന് പറയാൻ പറ്റില്ല. അഥവാ കേൾക്കുകയാണെങ്കിൽ എന്നെ അഖിൽ മാരാർന്ന് വിളിച്ചെന്നൊന്നും പറയില്ല. എന്നാലും അഖിലേട്ടന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, ഒരു ഹായ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ബർത്ത്ഡേന്റെ അന്ന്. അത് അയക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജനകീയ കോടതിയൊക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കര ഇതായി, ഇൻസ്പയർ ആയി, അങ്ങനെ ഭയങ്കര ഫാനായി. ഞാൻ ഇപ്പോൾ ഇവളോട് പറഞ്ഞിട്ടുണ്ട് അഖിൽമാരാണ്. പിന്നെ ഞാൻ മൊത്തം വീഡിയോ എടുത്ത് കാണും. അങ്ങനെ ഭയങ്കര, കാരണം വെട്ടി തുറന്നു പറയും പച്ചയ്ക്ക്. അതായത് എന്താണ് സത്യമാണ്, സത്യത്തിന്റെ കൂടെ കള്ളുള്ളത് തുറന്നു പറയും. ആരും മുന്നിൽ ആരും ഒരു പേടിയില്ല, തുറന്നു പറയുന്നതാണ്. അപ്പൊ ജനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരാളാന്ന് മനസ്സിലായി, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാന്ന് മനസ്സിലായി. അതുകൊണ്ട് കൂടെ തന്നെ എനിക്ക് എൻ്റെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഞങ്ങൾക്ക് വേണം ഫെസിലിറ്റി, വീൽ ചെയറിനെ. അപ്പൊ ഇങ്ങനെ അനുഭവിക്കുന്നവരെ കൂടെ ഒരു കാര്യം പറയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ മെസ്സേജ് അയച്ചു. ഞങ്ങളെ കൂടെ സംസാരിക്കണം, എന്നാലേ 2 പേര് കേൾക്കുള്ളൂ. അങ്ങനെയെങ്കിലും ഗവൺമെന്റിന്റെ അടുത്ത് എത്തില്ല. അഖിലേട്ടൻ പറഞ്ഞ എന്തായാലും കേൾക്കും, ജനങ്ങളെ അടുത്ത് എത്തും. പറയുമോ എന്ന് ചോദിച്ച് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു, പക്ഷെ കണ്ടില്ല. അപ്പോ അത് കണ്ടിട്ടും എനിക്ക് റിപ്ലൈ തരാഞ്ഞതല്ല, മെസ്സേജ് കണ്ടിട്ടുണ്ടാവില്ല. ഒത്തിരി മെസ്സേജ് ചിലപ്പോൾ നമ്മൾ പല വഴിയിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോ കൂടെ ആയിരിക്കും നിങ്ങളെ കാണുക. അങ്ങനെ കാണാൻ വഴി ഉണ്ടായാലേ എന്റെ ഒരു വലിയ ഫാനാണ്. എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഓരോ സംസാരല്ലേ എനിക്ക് പ്രചോദനമാവാൻ. കാരണം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് കൂടെ ഞാൻ മെസ്സേജ് അയച്ചു. അപ്പൊ ഞങ്ങളൊരു കാര്യം, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതല്ലേ, ഒരു പട്ടാളക്കാരന് വേണ്ടിയിട്ട് സംസാരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മെസ്സേജ് അയച്ചാ, പക്ഷെ കണ്ടില്ല. പക്ഷെ എനിക്കിപ്പോ ഒരു അവസരം കിട്ടി തുറന്ന് പറയാൻ. നമുക്ക് കുറെ ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരാൾ ആവശ്യമാണ്. സത്യം ആവശ്യമാണ് തുറന്ന് പറയാനുള്ളത്. നേരും നിറയിൻ്റെ കൂടെ ഉള്ളതാ. നേരെ എന്താണോ അത് വിളിച്ചു പറയും, ഒരു പേടിയില്ല, ആരും പേടിക്കാത്ത ഒരാളാണ്. എനിക്കത് പറയണമെന്നുണ്ട്. ഞാൻ ലൈക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷെ കുറെ ശത്രുക്കൾ ഉണ്ടാവും. അത് നമ്മുടെ ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞാൽ തന്നെ നമുക്ക് പോസിറ്റീവ്സ് വരുന്ന പോലെ തന്നെ തിരിച്ചൊരു നെഗറ്റീവ് അത് എല്ലായിടത്തും ഉണ്ടാവും. നമ്മളിപ്പോൾ ഏത് മേഖലയിൽ ഇപ്പോൾ നമ്മൾ ഒരു ഓർഡിനറി ലൈഫിന് മുകളിൽ എന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ അറിയപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ലെവലിലോട്ട് വരുമ്പോഴോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ സാധാരണക്കാരിൽ നിന്ന് മാറുന്ന സമയത്ത് നമുക്ക് 2 സെക്ഷൻ എപ്പോഴും വരും, ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. അടുത്ത നെഗറ്റീവ് എണ്ണം കൂടാതിരിക്കാൻ നോക്കിയാൽ മതി. എന്നാലും ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ കണ്ടിട്ട് അനുഗ്രഹിച്ചിട്ടുള്ളതാ. സന്തോഷമായിട്ട് ജീവിക്കുന്നൊക്കെയാണ്. നല്ല സപ്പോർട്ട് ഉണ്ട്, ജനങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ട്. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമായി. മോശം പറയാൻ നമ്മളൊന്നും ചെയ്തില്ല. എല്ലാരും കല്യാണം കഴിക്കുന്ന പോലെ കല്യാണം കഴിച്ചു. ഇപ്പൊ ഞാൻ ഈ സ്ഥാനത്ത് അല്ലാത്ത ഒരാളാണെങ്കിൽ ആരും കുറ്റം പറയില്ല. ഇതൊരു കുറവായിട്ട് തോന്നുന്നില്ല, ആരും അങ്ങനെ കുറവായിട്ട് കാണാൻ വേണ്ടിട്ട് തോന്നുന്നു. എനിക്ക് ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് പറയാനുള്ളത് ഒരു ഹാറ്റ്സ് ഓഫ് ആണ് 2 പേരോട്. എനിക്ക് അത് ഭയങ്കര പ്രചോദനമായതിൽ, ഭയങ്കര ഹാപ്പിനെസ് തന്നതിൽ, ഇതൊരു മാതൃകയായി മാറിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് വരട്ടെ, ഒരുപാട് ഇനി ചാമ്പ്യനാട്ടെ, ഇനി ഒരു ഹീറോയാണ്, ഇനിയൊരു സൂപ്പർ സ്റ്റാറായി മാറട്ടെ ജീവിതത്തിൽ. കൂടെ നിൽക്കാൻ ഇത്രയും ഒരു വലിയൊരാളുള്ളപ്പോൾ ഉറപ്പായിട്ടത് വരും. 2 പേരോടും താങ്ക് യു, നമുക്ക് ഈ ടൈം ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിലൊക്കെ താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.